ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യവ്യാപക പ്രതിഷേധം. മോദി സർക്കാരിൻ്റെ ജനദ്രോഹ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ, രാജ്യ താൽപ്പര്യങ്ങൾ ബലികഴിക്കുന്ന സമീപനങ്ങൾക്കും നീക്കങ്ങൾക്കുമെതിരെ രാജ്യമൊന്നാകെ അലയടിച്ചു. പ്രതിഷേധം, പ്രക്ഷോഭം. 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും വിവിധ ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത പണിമുടക്ക് 24 മണിക്കൂറിനോടടുക്കുന്നു. പ്രക്ഷോഭം രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രതിധ്വനിച്ചു. വിയർപ്പുറ്റുന്നവൻ്റെ ആശങ്കയ്ക്കും നാടിനെ ചുമലിലേറ്റുന്നവൻ്റെ വേദനയ്ക്കുമൊപ്പം നിന്നു കേരളമാകെയും. പക്ഷേ എന്തിനും ഏതിനും കൊനഷ്ട് കാണുന്ന ചില പുതുയുഗ അരാഷ്ട്രീയവാദികൾ സ്വന്തം പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ താൽപ്പര്യം പോലും ബലികഴിച്ച് BJP സർക്കാരിനെതിരായ സമരത്തെ ആക്ഷേപിക്കുന്നു. അല്ലയോ അരാഷ്ട്രീയ ബുദ്ധിജീവികളെ, നിങ്ങൾ എൻ്റെ നാട്ടിലെ ദരിദ്ര നാരായണന്മാരാൽ വിചാരണ ചെയ്യപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന മഹത്വവാക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നതിൽ ദുഃഖമുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ച സമരത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞതും യാത്ര ഒഴിവാക്കി സഹകരിക്കാത്തതും എന്തുകൊണ്ട്? ഗോൾ വർക്കറുടെ ചിത്രത്തിന് മുന്നിൽ കൊളുത്തിയ തിരി കെടാത്തതെന്തേ സതീശ? വടകര ബേപ്പൂർ മോഡൽ പറവൂർ നേമം മോഡലാക്കി മാറ്റാനോ ഈ മോദി സ്നേഹമെന്നാരെങ്കിലും നിഗമിച്ചാൽ തെറ്റുണ്ടോ? തൊഴിലാളികളുടെ താക്കീതിന് കേരളത്തിൽ ഒരു കൈ സഹായം നൽകാത്തവരാരൊക്കെ? അതിൻ്റെ താല്പര്യങ്ങൾ എന്ത്? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ. ആദ്യം KN ഗോപിനാഥ്, CITU. റോണി കെ ബേബി, കോൺഗ്രസ് നേതാവ്. S മോഹനകുമാർ, രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ റോണി കെ ബേബിയിലേക്ക്. ശ്രീ റോണി കെ ബേബി, രാജ്യവ്യാപകമായ പ്രതിഷേധം, ആ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിൽ ഭിന്നതയുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു ഭിന്നതയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പണിമുടക്കിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങളുടെ ഘടകങ്ങളൊക്കെ സജീവമായി തന്നെ ഈ പണിമുടക്കിന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ അതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരും പണിമുടക്കിൽ ജോലി ബഹിഷ്കരിച്ചുകൊണ്ട്, തൊഴിലിടങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ന് പാർലമെന്റിന് മുമ്പിൽ ഇന്ന് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നടന്ന പ്രതിഷേധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. കാരണം കഴിഞ്ഞ 10-11 വർഷമായി, കൃത്യം പറഞ്ഞ 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ കോൺഗ്രസ് എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ BJP ഗവൺമെന്റിന്റെ തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയങ്ങളെയാണ്. ഈ തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയങ്ങളിൽ അവിടെ ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമില്ല, ഈ രാജ്യത്തെ കർഷകരില്ല, ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളില്ല. ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയപരിപാടികളാണ് ഈ സർക്കാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 23 തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളാക്കി കൊണ്ടുവരുന്നത്. ആ ലേബർ കോഡുകളുടെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രമാത്രം തൊഴിലാളി വിരുദ്ധമാണ്. സംഘടിത തൊഴിലാളി മേഖലയെ തകർത്തുകൊണ്ട് വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് തൊഴിലാളി വർഗം അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തത്. പക്ഷെ ആ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ആ സംഘടിത ശക്തിയെ തകർക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി തീവ്ര മുതലാളിത്ത സംവിധാനങ്ങൾക്ക് വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട് നടപ്പാക്കുന്ന ഈ തൊഴിൽ കോഡ് നിയമങ്ങൾ അതൊരു വശത്ത് നിൽക്കുന്നു. രണ്ട്, നമുക്കറിയാം രാജ്യത്തെ കാർഷിക മേഖല ആദ്യം അത് ഇന്ത്യക്കകത്തുള്ള സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു. 3 കാർഷിക നിയമങ്ങൾ. അതിനെതിരെ ഈ രാജ്യം അതിശക്തമായി പോരാടി. ആ കർഷക സമരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവസാനം ആ കാർഷിക നിയമങ്ങൾ ശ്രീ നരേന്ദ്രമോദി സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നുണ്ട്, അമേരിക്കയുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യ അമേരിക്ക കരാർ ഒപ്പുവെച്ചുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക മേഖല അമേരിക്കയുടെ. ശരി റോണി കെ ബേബി, നമുക്കത് വിശദമായി തന്നെ ഈ BJP സർക്കാർ, മോദി സർക്കാർ ഇപ്പോൾ തുടരുന്നത് ആര് കൊളുത്തിവെച്ചതാണ്? അതിൻ്റെ നയപരമായ തുടർച്ച എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന 2ാം UPA സർക്കാരിലുണ്ടായിരുന്ന 1, 2, 3 കരാർ അടക്കമുള്ളവ ഒക്കെ നമുക്ക് സമഗ്രമായി ചർച്ച ചെയ്യാൻ KN ഗോപിനാഥ് ഉണ്ടല്ലോ, CITU നേതാവ്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, അതായത് താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പിന്തുണച്ചു ഈ 10 തൊഴിലാളി സംഘടനകളുടെയും
ഒപ്പം ഈ ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളുടെയും ഒക്കെ സംയുക്തമായ ആഹ്വാനത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭത്തെ, സമരത്തെ, മോദി സർക്കാരിനെതിരായ സമരത്തെ പിന്തുണച്ചു. ആ സമരമാർഗത്തെ അടക്കമാണ് അവർ സ്വീകരിച്ചത്. പിന്നെന്താണ് ഈ വാക്കുകൾ എത്തുന്നത്? ഞാൻ വി ഡി സതീശൻ എന്ന നിങ്ങളുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളൊന്ന് കേൾപ്പിക്കാം. വി ഡി സതീശനിലേക്ക്. ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. രാജ്യം മുഴുവൻ, രാജ്യത്തെ തൊഴിലാളികൾ മുഴുവൻ മോദി സർക്കാരിനെതിരെ, മോദി സർക്കാരിൻ്റെ ജനദ്രോഹ, തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ റോണി കെ ബേബി ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ ഇതാണോ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ കോൺഗ്രസ് നേതാവ് പറയേണ്ടത്? ഇതാണോ ഇത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമാണോ? ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സമര രീതിയുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന്റെ സമര രീതിയിലെ ഒരു ഭാഗമായിരുന്നു സ്ട്രൈക്ക്. നിസ്സഹകരണ സമരത്തെക്കുറിച്ച്, നോൺ കോഓപ്പറേഷനെ കുറിച്ച്, അഹിംസയെക്കുറിച്ച്, നിയമലംഘനത്തെക്കുറിച്ച് പറഞ്ഞ മഹാത്മാഗാന്ധി അതിന്റെ ഒരു മാർഗമായി പറയുന്നത് സ്ട്രൈക്കാണ്. ആ സ്ട്രൈക്കിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ അത് മറ്റ് സംവിധാനങ്ങളെ ബാധിക്കുന്ന രീതിയിലാവരുത്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പണിമുടക്കാം, തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധിക്കാം, നമ്മൾ പണിമുടക്കി നമ്മൾ പ്രതിഷേധിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനായിട്ട് നമുക്ക് നിർബന്ധിതമായി ഞങ്ങൾ പണിമുടക്കുന്നത് മറ്റുള്ളവരും അതുപോലെ തന്നെ ചെയ്തു കൊള്ളണം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് അതിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നതിനകത്ത് അതിനോട് നമുക്ക് യോജിക്കില്ല. കേരളത്തിന് പുറത്ത് എത്രയോ സ്ഥലങ്ങളിൽ, ഡൽഹി, ബോംബെ, എത്രയോ വലിയ സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. തൊഴിലാളികൾ പണിമുടക്കി അവിടെ പ്രതിഷേധിച്ചു, അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടു, നമ്മുടെ ഇന്ന് രാവിലെ മുതൽ തന്നെ വാർത്താ ചാനലുകൾ കണ്ടു, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഹനിക്കുന്ന രീതിയിൽ, നിർബന്ധിതമായി കടകമ്പോളങ്ങൾ അടച്ചു ഇടുന്ന രീതിയിൽ, അങ്ങനെയുള്ള പ്രതിഷേധത്തെ എതിർക്കുന്നതിനകത്ത് തെറ്റ്. അപ്പോൾ ഈ പ്രതിഷേധത്തിൽ മോദി സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ കേരളത്തിൽ ഒഴികെ എവിടെയും കോൺഗ്രസ് ഭരിക്കുന്നതും കോൺഗ്രസിന് ശക്തിയുള്ളതുമായ സംസ്ഥാനങ്ങളിലടക്കം ഈ രീതിയിൽ കേരളം ഒന്നിച്ചു നിന്നതുപോലെ ഈ പ്രക്ഷോഭത്തോട് ഒന്നിച്ചു നിന്നിട്ടില്ലേ റോണി കെ ബേബി? ഇന്ത്യയില് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 40 കോടിയോളം. അതിൽ BMS എന്ന് പറയുന്ന പ്രസ്ഥാനം ഒഴികെ ബാക്കി 10ഓളം സംഘടനകൾ, INTUC, CITU, AITUC ഉൾപ്പെടെയുള്ള 10ഓളം തൊഴിലാളി സംഘടനകൾ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം കേരളത്തിന് പുറത്ത് അവരുടേതായിട്ടുള്ള നിർണായക സ്വാധീനമുണ്ട്. ഗുജറാത്ത് ഉൾപ്പെടെ, ഡൽഹി ഉൾപ്പെടെ, അങ്ങ് പറഞ്ഞ കർണാടക ഉൾപ്പെടെ അവരെല്ലാം അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. തൊഴിലിടങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട്, ഫാക്ടറികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇവർ കൃത്യമായി തന്നെ, അതാണല്ലോ പണിമുടക്ക്. ഇന്ന് നമ്മുടെ പറഞ്ഞ പിന്നെന്താണ് ഇവിടെ നടന്നത്? ഇവിടെ അങ്ങനെ ഒരു അട്രോസിറ്റിയും നടന്നതായി ഇല്ലല്ലോ. ഇവിടെയും കേരളം ഒന്നാകെ, തൊഴിലാളികൾ ഒന്നാകെ അവരുടെ തൊഴിൽ ഉപേക്ഷിച്ച് പ്രതിഷേധിക്കുകയായിരുന്നല്ലോ ചെയ്തത്. നമുക്കറിയാം എത്രയോ, എനിക്ക് കൈരളി ചാനൽ കാണിച്ചൊന്നും എനിക്കറിയില്ല, വാഹനങ്ങൾ തടയുന്നു, കടകൾ നിർബന്ധിതമായി അടയ്ക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നമുക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ തന്നെ നമ്മുടെ ഈ സമര രീതിയോട് എതിർപ്പ്? അല്ല, ഇപ്പോ ബസ് തൊഴിലാളികൾ അവരുടെ തൊഴിലെടുക്കാതെ ഇരുന്നാൽ ബസ്സുകൾ ഓടില്ല. അപ്പോൾ അങ്ങനെ ഒരു സമരം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ കേരളത്തിന് പുറത്ത് നടന്നിട്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം നടന്നിട്ടില്ലേ എന്നാണോ പറയുന്നത്? അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ ആഹ്വാനം, ഈ സമരത്തോട് സഹകരിക്കണമെന്ന ആഹ്വാനം അവർ ഏറ്റെടുത്തിട്ടില്ലേ? അതാണോ താങ്കൾ പറയുന്നത്? ഞാൻ ഇവിടെ വളരെ കൃത്യമായി പറയട്ടെ. കാരണം ഇവിടെ ഈ സംഘടിത തൊഴിൽ ശക്തി കേരളത്തിന് പുറത്തുണ്ടെങ്കിലും എല്ലാവരും തന്നെ ഈ ട്രേഡ് യൂണിയനുകളുടെ ഭാഗമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യമാണ് റോണിക്ക് ബേബിയോട് ആരാഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധി അടക്കം പിന്തുണച്ച സമരത്തിൽ അവരാരും പറയാത്ത ഒരു പരാതി എന്ന സ്വഭാവത്തിൽ വി ഡി സതീശൻ മാത്രം ഇവിടെ പറയുന്നത്, കേരളത്തിലെ കോൺഗ്രസ് മാത്രം ആ നിലപാടെടുക്കുന്നത് എന്തിന്? ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ ഒരു ഘട്ടത്തിൽ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതിന് പകരം തൊഴിലാളികളുടെ സമരമാർഗം ശരിയാണോ എന്ന ചോദ്യമാണോ ഉന്നയിക്കേണ്ടത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അതിന് രണ്ടിനും താങ്കൾ മറുപടി പറഞ്ഞില്ല. താങ്കൾ വേറെ രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ തിരിച്ചെത്താം ശ്രീ റോണി കെ ബേബി, ഞാൻ തിരിച്ചെത്താം. ശ്രീ KN ഗോപിനാഥ്, എന്താണ്
ഈ സമരം രാജ്യത്ത് മുമ്പോട്ട് വെക്കുന്ന സന്ദേശം? എന്തൊക്കെയാണ് തൊഴിലാളികൾ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, ജീവിത പ്രാധാന്യം? ഇവിടെ കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിച്ച സമീപനം തൊഴിലാളി വർഗത്തിൻ്റെ രാജ്യത്താകമാനമുള്ള കൂട്ടായ്മയ്ക്ക് വിഘാതമാണോ? ശ്രീ കെ എൻ ഗോപിനാഥ് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അല്ല, കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്തെമ്പാടും 1800 കാലഘട്ടത്തിൽ തന്നെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ റെയ്സ്റ്റാഗിൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, വിനോദം എന്ന ആവശ്യമടക്കം നേടിയെടുത്തുകൊണ്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ് ഇന്ന് ലോകം മുഴുവനും തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്ന മെയ് ദിനം. അതുമാത്രമല്ല, ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് 1919 ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതാകുന്നത്. ILOയുടെ എല്ലാ കൺവെൻഷൻ ധാരണകളെയും ലോകത്ത് അതിൽ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യ അടക്കം പാർലമെൻറ്റിൽ റാറ്റിഫൈ ചെയ്താണ് ഇന്ത്യയിൽ പല നിയമങ്ങളും ഉണ്ടായത്. ട്രേഡ് യൂണിയൻ ആക്ട്, ഫാക്ടറീസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെ പല നിയമങ്ങളും ഉണ്ടായത്. ഞാൻ സമയപരിധി കൊണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ആ നിയമങ്ങളും ആ അവകാശങ്ങളും, അതിൽ പണിമുടക്കാനുള്ള അവകാശമുണ്ട്, പണി ചെയ്യാനുള്ള അവകാശമുണ്ട്, സൂപ്പറാനുവേഷൻ സംബന്ധിച്ച ധാരണകളുണ്ട്, ഓരോരുത്തരുടെയും സർവീസ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിബന്ധനകളുണ്ട്, സേഫ്റ്റി ആസ്പെക്ട്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് തൊഴിലാളികൾ ആലോചിച്ചതിൽ. എന്നാൽ ഇന്ത്യക്കകത്ത് കാലങ്ങളായി മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ തൊഴിലാളികളുടെ എണ്ണമോ ആ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷയോ ഒന്നും നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായി ഇതുവരെ തൊഴിലാളികൾ ഒരുപാട് പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കകത്ത് ഗവൺമെൻറ് മാറി വരുന്ന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അസംഘടിത തൊഴിലാളികൾക്ക് ആദ്യമായി ഒരു സാമൂഹ്യ സുരക്ഷാ ബില്ല് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായി വനാവകാശ നിയമം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ 1ാം UPA ഗവൺമെൻറ് കാലത്ത് ഇടതുപക്ഷം പൈലറ്റ് ചെയ്തതിന് ശേഷമാണ് അൺഓർഗനൈസ് സെക്ടർ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യാൻ തയ്യാറായത്. പക്ഷേ അത് നിയമമാക്കിയതും ചട്ടങ്ങളുണ്ടാക്കിയതും 28 സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണെന്ന് ഓർക്കണം. ഇതെല്ലാം നേരത്തെ ശ്രീ റോണി എല്ലാം പറഞ്ഞതുപോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഒരു മുൻകൈ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ ആദ്യകാലങ്ങളിൽ പരമ്പരാഗത മേഖലയിൽ, കൈത്തറി മേഖലയിൽ, അതുപോലെ കയർ മേഖലയിലൊക്കെ വന്നതിന് ശേഷം സംഘടിത മേഖലയിലേക്ക് വ്യാപിക്കുകയും അസംഘടിത മേഖലയിലേക്കും കൂടി പടർന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചരിത്ര തുടർച്ചയെ നിഷേധിച്ചുകൊണ്ട് ആർക്കും പോകാൻ കഴിയില്ല. അങ്ങനെയാണ് പണിമുടക്കാനുള്ള അവകാശം വന്നത്. ഞാൻ നേരത്തെ ഈ കൈരളി വളരെ പ്രസക്തമായി ഇന്ന് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പണിമുടക്ക് കാലഹരണപ്പെട്ടതാണ്, വേറെ എന്തെങ്കിലും മെത്തഡോളജി തൊഴിലാളികൾക്ക് ഉന്നയിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നത് സത്യാഗ്രഹം പല കാര്യങ്ങളും ആയിരിക്കാം. പണിമുടക്ക് തൊഴിലാളികളുടെ ഏറ്റവും അവസാനത്തെ ആയുധമാണ്. അത് ഭരണഘടനാപരമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് യൂണിവേഴ്സലായിട്ടുള്ളൊരു അംഗീകാരമുള്ളതാണ്. അതിന് കാരണം എന്താ? തൊഴിലാളി എന്ന് പറഞ്ഞാൽ ശ്രംശക്തി നീതി ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് 2025 BJP കൊണ്ടുവന്ന ചാതുർവർണ്ണ്യത്തിൻ്റെ തുടർച്ചയായി തൊഴിലാളികളുടെ തൊഴിൽ എന്ന് പറയുന്നത്, അധ്വാനം എന്ന് പറയുന്നത് ഒരു ധർമ്മമാണെന്ന് കണക്കാക്കുന്ന കൺസെപ്റ്റ് അല്ലാതെ തൊഴിലാളികളുടെ അധ്വാനം എന്ന് പറയുന്നത് അത് വിലയ്ക്ക് വാങ്ങുന്ന മുതലാളി അതൊരു ചരക്കായി കണക്കാക്കുമ്പോൾ അതിലൊരു കൂലിയുടെ കണ്ടൻ്റ് ഉണ്ട്. തൊഴിലാളി അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ അധിക മൂല്യം കൂലിയായും അവന് മറ്റ് ക്ഷേമാനുകൂല്യങ്ങളായി ആരോഗ്യവാനായിട്ടുള്ള തൊഴിലാളിയെ മുതലാളിത്തത്തിന് ലാഭകരമായി പ്രവർത്തിക്കാൻ എന്നും വാർത്തെടുക്കണമെന്നുള്ളൊരു സിദ്ധാന്തം മുതലാളിത്ത ചരിത്ര പണ്ഡിതന്മാർ, മുതലാളിത്ത സാമ്പത്തിക പണ്ഡിതന്മാരടക്കം കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ്. അതനുസരിച്ചുകൊണ്ട് തൊഴിലാളി ധർമ്മം കൊടുക്കലല്ല അധ്വാനം എന്ന് പറയുന്നത്. അവൻ അധ്വാനം വിറ്റാൽ അതിനാവശ്യമായിട്ടുള്ള കൂലി അവന് വാങ്ങിക്കുകയാണ്. കൂലി ഏതാണ്ട് മുതലാളിമാർ അറിഞ്ഞ് ദൈവം പ്രസാദം കൊടുക്കുന്ന പോലെ പ്രസാദം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അതിലേക്കൊക്കെയാണ് ഇന്ത്യ രാജ്യം മാറുന്നത്. അതിനിണങ്ങുന്ന വിധത്തിലാണ് L&Tയുടെ ചെയർമാനായിട്ടുള്ള സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ നാരായണമൂർത്തി അടക്കമുള്ള ടാറ്റ, ബിർള, അംബാനി, അദാനി അടക്കമുള്ള കോർപ്പറേറ്റ് മുതലാളിമാരുടെ BJPയുടെ അതേ ശബ്ദത്തിൽ പ്രതിപക്ഷ നേതാവ്, നിർഭാഗ്യവശാൽ അദ്ദേഹം അഭിനവ കോൺഗ്രസിൻ്റെ നേതാവാണെന്നാണ് സങ്കല്പം. അദ്ദേഹം ആ കോൺഗ്രസിൻ്റെ പൈതൃകമായിട്ടുള്ള ജനാധിപത്യ മര്യാദകൾക്ക് പോലും നിരക്കാത്ത വിധത്തിലാണ് പണിമുടക്ക് കാലഹരണപ്പെട്ടതാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അദ്ദേഹം ഹർത്താലിനെ സംബന്ധിച്ച് പറഞ്ഞു. ഹർത്താൽ ഇവിടെ ആര് പ്രഖ്യാപിച്ചു? INTUC പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
CIT പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചില്ല. ഹർത്താൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്, ഹർത്താലല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. പണിമുടക്കാൻ എല്ലാ തൊഴിലാളികൾക്കും അവകാശമുണ്ടെന്ന് വെച്ചാൽ സംഘടിതമായ കമ്പനികളിലുള്ള തൊഴിലാളികൾ മാത്രമല്ല, ബാങ്ക്, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, പ്രതിരോധ മേഖല, സിവിലിയന്മാർ, നേവൽ സിവിലിയന്മാർ, ഇങ്ങനെയുള്ള വിവിധ വിഭാഗം ആളുകളും അസംഘടിത തൊഴിലാളികളും അനൗപചാരിക മേഖലയിലും പരമ്പരാഗത മേഖലയിലും നിർമ്മാണം, അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറി, ഇപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം അടക്കം പണിമുടക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതെ അമേരിക്കയുടെ എണ്ണ 0 ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തട്ടിപ്പും ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാർ, ഞാനതിനെ India-US കരാർ എന്ന് ഞാൻ നിർഭാഗ്യവശാൽ വിളിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ വ്യാപാര മന്ത്രി ആ കരാറിൻ്റെ ഒരു രൂപീകരണത്തിന് വേണ്ടി 4-5 മാസമായി അമേരിക്കയിൽ പോയി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ആളാണ്. ഇന്ന് അദ്ദേഹം പറയുന്ന ഈ കരാർ ഞാൻ കണ്ടത് തന്നെ ഇപ്പോഴാണ്, അതിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കൈമലത്തുക. അപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ പീയൂഷ് ഗോയലിനേക്കാൾ വലിയ ആളായി നമ്മൾ മാറേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മോദി ട്രംപ് കരാർ 0 ഡ്യൂട്ടി ആയിട്ട് കാർഷികോൽപ്പന്നങ്ങളടക്കം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇമ്പോസ് ചെയ്യുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സ്വകാര്യ മുതലാളിമാർ കാർ ഓടിച്ചിട്ടെന്ന് ചില ചാനൽ ചർച്ച ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു. ആ പത്രസമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി, സ്വകാര്യ ആളുകൾക്ക് അത്യാവശ്യമായിട്ട് വായുഗുളിക മേടിക്കാൻ പോകുന്ന ആവശ്യമല്ലല്ലോ, സ്വകാര്യ മുതലാളിമാരുടെ കാറുകളിൽ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളിൽ പച്ചവെള്ളമല്ലല്ലോ ഒഴിക്കുന്നത്, അതിൽ പെട്രോളും ഡീസലും അല്ലേ. അതിനൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്നും വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറഞ്ഞിട്ടൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷത്തിനും കോൺഗ്രസ് പാർട്ടിക്കും എന്താണ് ഇത്ര കണ്ണഞ്ചി പോകാനുള്ള കാരണം എന്താ? അദ്ദേഹം പറഞ്ഞു, റോണി പറഞ്ഞു, കൃത്യമായി ലേബർ കോഡിൻ്റെ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച്, അതിൻ്റെ ഇംപ്ലിക്കേഷനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ കോൺഗ്രസ് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് പാർലമെൻറ്റിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ MP-മാരും DMKയുടെ MP-മാരും ഇടതുപക്ഷ MP-മാരും പണിമുടക്ക് ദിവസം പണിമുടക്കിന് അനുകൂലമായി പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് സമരത്തിൽ പങ്കെടുത്തു. നല്ല കാര്യം. എന്താ VD സതീശൻ കോൺഗ്രസ്സുകാരനല്ലേ? അദ്ദേഹം പണിമുടക്ക് കാലഹരണപ്പെട്ടു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണോ, അതോ അദ്ദേഹത്തിന്റെ നിലപാടാണ്? നാളെ കോൺഗ്രസ് പാർട്ടി അത് തുറന്നു പറയണം. അതുകൊണ്ട് അത് ശരിയായതല്ല. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ശബ്ദം, BJPയുടെ ശബ്ദം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ വായി കൂടി വരികയാണ്. അതെ, അരാഷ്ട്രീയവാദികളുടെ കയ്യടികൾ കിട്ടാൻ വേണ്ടിയും ഇത്തരത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾ ബലി കഴിക്കുന്നവർക്കെതിരായുമുള്ള തൊഴിലാളികളുടെ കൂട്ടായ്മയെ തുരങ്കം വെക്കുന്ന തരത്തിലേക്കും പോകുന്ന ഒരു നിലപാട്, ആ നിലപാടിനോട് സതീശന് മാത്രം, കേരളത്തിലെ കോൺഗ്രസിന് മാത്രം എങ്ങനെ ചേരാനാകുന്നു? അവരെന്താണ് അവരുടെ യാത്ര നിർത്തി ഇതുമായി സഹകരിക്കാത്തത്? രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നാം കണ്ടതല്ലേ, ഖാർഗെയും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ താല്പര്യങ്ങൾക്കെതിരെ കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുന്നു, VD സതീശൻ നയിക്കുന്ന കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായ കാര്യമാണ്. അതിൻ്റെ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഇപ്പോൾ KN ഗോപിനാഥിനോട് ചോദിച്ചത്. ഞാൻ ശ്രീ എസ് മോഹനകുമാറിലേക്ക്. ശ്രീ എസ് മോഹനകുമാർ, ഇവിടെ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൻ്റെ മാർഗത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സമരം മുമ്പോട്ട് വെക്കുന്ന, ഈ പ്രക്ഷോഭം മുമ്പോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? അതിൻ്റെ ഏറ്റവും ദുരവസ്ഥ അനുഭവിക്കുന്നത് ആരാണ്? ഈ നാടിനെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ സംബന്ധിച്ച് ഏതാണ് ഈ ഘട്ടത്തിൽ നാം ആശങ്കാകുലമാകേണ്ടത്? ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിൽ ഉള്ള നയങ്ങളാണോ, അതോ ഇതിനെ എതിർക്കുന്ന തൊഴിലാളികളുടെ സമരമാർഗമാണോ? ഏതാണ് നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത്? മോഹനകുമാർ, നോക്കൂ, ഇപ്പോ സംയുക്ത ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടനകൾ, കർഷക സംഘടനകൾ സംയുക്തമായി പ്രഖ്യാപിച്ച ഇന്ന് നടപ്പിലാക്കിയ പണിമുടക്ക്, ഞാൻ ഒരു കാര്യം കൂടി ശ്രീ മോഹനകുമാർ, ഞാൻ താങ്കളുടെ ഇടപെടുകയല്ല. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യം കോൺഗ്രസ് നേതാവ്, അതായത് ടോണി ചമ്മണി അടക്കമുള്ളവർ ക്യാൻസർ രോഗികളെ അടക്കം തടസ്സപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. വഴിയിൽ തടസ്സപ്പെടുത്തിയുള്ള കേവലമായ കോൺഗ്രസിൻ്റെ പാർട്ടി സമരങ്ങളാണ്. ഇതിനെതിരെ ഒരു സിനിമാ സംവിധായകനും നടനും എതിർത്തപ്പോൾ അയാളുടെ വാഹനം അടിച്ചു പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് പറഞ്ഞവരാണിപ്പോൾ BJPക്കെതിരായ സമരത്തിൽ തൊഴിലാളികളുടെ സമരമാർഗത്തെ ചോദ്യം ചെയ്യുന്നത്. അതുകൂടി ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഞാൻ റോണിയിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ഞാൻ താങ്കളിലേക്ക് കക്ഷി രാഷ്ട്രീയം കലർത്തുന്നില്ല. താങ്കൾക്ക് തുടരാം ശ്രീ മോഹൻ. നോക്കൂ, ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന പൊതുപണിമുടക്ക് അത് ഇന്ത്യയിലെ തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും അസംഘടിത മേഖലയിലും സംഘടിത മേഖലയിലും ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നതാണ് ഈ സമരത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഇപ്പോ
കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ 2026 ഇന്ത്യയിൽ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമായി ഇന്ത്യ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണ്. പോകുമെന്നുള്ള കാര്യത്തിൽ എക്കണോമിക് സർവേ ഇപ്പോ ജനുവരി 29 പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേനെ പറയുന്നു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കുമ്പോൾ അസംഘടിത മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പുറത്തു പോകേണ്ടി വരും. അവർക്ക് തൊഴിലില്ലാതെയാവും. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ തന്നെ കയറ്റുമതി ചെയ്യുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും വേണ്ടാതെയാവും. ഇത്തരത്തിൽ 2008 സബ്പ്രൈം ലെൻഡിങ് ക്രൈസിസ് കൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ ഉപജീവനമില്ലാതെ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടിയപ്പോൾ അതിനുശേഷം വന്ന ചെറിയ തോതിലുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യങ്ങൾ ഇന്ത്യയെ പലതരത്തിൽ ബാധിച്ചപ്പോൾ ഒരു തരത്തിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങളിപ്പോൾ ആഗോള സാമ്പത്തിക മാന്ദ്യം മുന്നിൽ കാണുന്നു. ഈ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപാദനം, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കണം. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരേ ഒരു പോംവഴി ആഗോള മൂലധനത്തിനെയും ദേശീയ മൂലധനത്തിനെയും പരമാവധി സ്വാധീനിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരിക. അതിനുള്ള സ്വാധീനിക്കാനുള്ള ഒരേ ഒരു ഘടകം തൊഴിലാളികളെ നൂറ്റാണ്ടുകൾ മുൻപ് അവർ നിലനിന്നിരുന്ന അടിമ വേല ഘട്ടത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോവുക. 8 മണിക്കൂറായിരുന്നു തൊഴിൽ സമയം 12ഉം 15ഉം മണിക്കൂറാക്കി വർദ്ധിപ്പിക്കുക. അവർക്കുണ്ടായിരുന്ന എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെയും ഇല്ലാതെയാക്കുക. ഇത്തരത്തിൽ തൊഴിലാളികളെ ബലി കൊടുത്തുകൊണ്ട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും കർഷകരെയും ബലി കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമാണ് 2025 നവംബർ മാസം 21 പ്രഖ്യാപിച്ച 2019 പാർലമെന്റിൽ പാസാക്കുകയും 2020 ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പ്രഖ്യാപിച്ച 4 ലേബർ കോഡുകൾ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകൾ. ഇതിനു മുമ്പേ കാനഡയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു, അമേരിക്കയുമായി ഒപ്പിട്ടു, ബ്രിട്ടനുമായി വ്യാപാര കരാർ ഒപ്പിട്ടു. ഈ വ്യാപാര കരാറുകളെല്ലാം ഒപ്പിട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയില്ല. ഇന്ത്യയിലുള്ള ആളുകളുടെ വാങ്ങൽ ശേഷി പരമാവധി കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ താഴ്ന്ന നിലയിൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം നിലക്ക് അതൊരു നേട്ടമായി കണക്കാക്കുന്നു. അതിന്റെ പ്രധാന കാരണം ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ആളുകൾക്ക് അവിടെ കൊണ്ടുവന്ന കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള വാങ്ങൽ ശേഷി ഇല്ലാതെ ഇന്ത്യ ഒരു പ്രത്യേക തരത്തിലുള്ള എക്കണോമിക് സ്റ്റാഗ്നേഷനിലേക്ക് പോവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയോട് പറയുന്നു ഞങ്ങളുടെ രാജ്യത്തിലേക്ക്, നിങ്ങളെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ ഒരു ഡ്യൂട്ടിയും ഇല്ലാതെ ഇവിടെ ഇറക്കുമതി ചെയ്തോളൂ, പ്രത്യേകിച്ചും പരുത്തി. അതുപോലെ തന്നെ ബംഗ്ലാദേശിന് പോലും കിട്ടിയ ആനുകൂല്യം ഇന്ത്യക്ക് കിട്ടിയില്ല. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാതെ ഈ നൂറ്റാണ്ടിന് തുടക്കത്തിൽ ഉണ്ടായ കർഷക ആത്മഹത്യകൾ ഉൾപ്പെടെ തൊഴിലാളികളുടെ ആത്മഹത്യയ്ക്കും ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് നടത്തിയ പൊതു പണിമുടക്ക് നമ്മൾ 12 ആവശ്യങ്ങളാണ് ഈ തൊഴിലാളി യൂണിയനുകൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലൊന്ന് തൊഴിലുറപ്പിന്റെ ഭാഗമായി എന്തുകൊണ്ട് തൊഴിലുറപ്പിനെ ഇപ്പോൾ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. തൊഴിലുറപ്പ് നടത്താൻ പറ്റില്ല, 95,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 95,000 കോടി രൂപയിൽ 95,000 കോടി രൂപ VBG റാംജി എന്ന് പറയുന്ന പുതിയ പദ്ധതിക്ക് ഏത് തരത്തിൽ നടപ്പിലാക്കും? 30,000 കോടി രൂപയാണ് മാർച്ച് വരെയുള്ള തൊഴിലുറപ്പ് പദ്ധതിക്കായി MGNREGA മാറ്റിവെച്ചിരിക്കുന്നത്. ലക്ഷം കോടി രൂപയിൽ അധികം, 1 ലക്ഷം കോടി രൂപയിലധികം പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 2022 കേന്ദ്ര സർക്കാർ നിയമിച്ച അജിത് സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ ചില ജില്ലകളിൽ മാത്രം നടപ്പിലാക്കിയാൽ മതി തൊഴിലുറപ്പ് പദ്ധതി. ഏറ്റവും കൂടുതൽ വരൾച്ചയുള്ളതോ അല്ലെങ്കിൽ ആവശ്യത്തിന് രാജസ്ഥാൻ പോലുള്ള മരുഭൂമി ഉള്ള പ്രദേശങ്ങളിലോ, ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങളിലോ, ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിലോ ഒക്കെ മാത്രം ഇത് മതി. തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതാണ് അതിന്റെ ഗൗരവം അതിന്റെ ആകത്തുകയിൽ മനസ്സിലായി. ശ്രീ റോണി കെ ബേബി, ഇത്രയേറെ ഗൗരവമായൊരു സംഭവഗതി നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണിട്ടവർ,
നമ്മുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ, വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങളിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ മുഴുവൻ ബലി കഴിക്കുന്നവർ, ഇവർക്കെതിരെ BJP സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ ഒന്നിച്ച് തൊഴിലാളികൾ കൈ ഉയർത്തുമ്പോൾ കേരളത്തിൽ മാത്രം അവരുടെ ദേശീയ താല്പര്യം പോലും ബലികഴിച്ച്, ദേശീയ പാർട്ടിയുടെ താല്പര്യം പോലും ബലികഴിച്ച് കേരളത്തിലെ കോൺഗ്രസിന് എങ്ങനെയാണ് ഇത്തരത്തിൽ സമരമാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലേക്ക് ചുരുങ്ങുന്നത്? എന്താണ് രാജ്യം നേരിടുന്ന പ്രശ്നം? എന്താണ് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം? എന്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം? എന്താണ് കർഷകർ നേരിടുന്ന പ്രശ്നം? ഇവിടെ മോദി സർക്കാർ ചെയ്യുന്ന ദ്രോഹം ഏതൊക്കെ അർത്ഥത്തിലാണ് പടരുന്നത്? രാജ്യത്തിൻ്റെ അന്തസ്സ് മുഴുവൻ അമേരിക്കയ്ക്ക് മുമ്പിൽ, യൂറോപ്യൻ യൂണിയന് മുമ്പിൽ ബലി കഴിച്ചുകൊണ്ട് നടത്തുന്ന ഈ കരാർ, അതിൻ്റെ ദ്രോഹവും കർഷകരിൽ വന്ന് വീഴുന്നു. ഇങ്ങനെ ഇത്യാദി വലിയ പരിപ്രേക്ഷ്യമുള്ള ഒരു വിഷയത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒന്നിച്ച് നിൽക്കുമ്പോൾ കേവലം VD സതീശൻ അദ്ദേഹത്തിൻ്റെ യാത്ര പോലും ഒഴിവാക്കിയില്ല. എന്നിട്ട് പറയുന്നു ഈ തൊഴിലാളികളുടെ സമരത്തിൻ്റെ മാർഗം അതൊന്ന് ചർച്ച ചെയ്യണമെന്ന്. എന്തൊരു കേരള വിരുദ്ധതയാണ് ഇവിടെ പലതവണ പറഞ്ഞതുപോലെ VD സതീശൻ ഒരിക്കലും പണിമുടക്ക് കാലഹരണപ്പെട്ട സമര രീതിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ മാത്രം ഈ പണിമുടക്കിനോടനുബന്ധിച്ച് നടക്കുന്ന ചില സംഭവങ്ങൾ. കേരളത്തിൽ INTUC ഇല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് INTUCയോട് പോലും ഒന്നിച്ചുള്ള സമരങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കക്ഷി രാഷ്ട്രീയം കാണാമോ? ഇങ്ങനെ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഒരു കൺകെട്ട് വിദ്യയാണ്. അതായത് ഗോൾഡ് വർക്കറുടെ മുമ്പിൽ ചിത്രം തിരികൊളുത്തിയവർ, പറവൂരിലും പറവൂർ നേമം മോഡൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, പഴയ ബേപ്പൂർ വടകര മോഡലിൻ്റെ കോലി സഖ്യത്തിൻ്റെ പുതിയ വേർഷൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഭാഗമായി VD സതീശൻ ചെയ്യുന്നതാണ്. അതാണ് ഗോൾഡ് വർക്കറുടെ ഇതിനു മുന്നിൽ തിരി കത്തിച്ചത്. അതിൻ്റെ ഹാങ് ഓവറാണ് ഇപ്പോഴും കിടക്കുന്നത്. അതുകൊണ്ടാണ് കൺകെട്ട് വിദ്യ പോലെ ഈ സമരമാർഗം മുമ്പിൽ വെച്ച് മറ്റ് താല്പര്യങ്ങൾക്കായി നീങ്ങുന്നത്. ഇത് BJPയുമായുള്ള അന്തർധാരയാണ്. ഇതൊക്കെയാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം, ജനങ്ങളുടെ ഇടയിലടക്കം, മറ്റ് പാർട്ടികളുടെ ഇടയിലടക്കം. ഇന്ന് ഈ കേരളത്തിൽ ഈ പണിമുടക്കിന് നേതൃത്വം നൽകിയത് CITയുടെ നേതൃത്വത്തിൽ അതിന് മുഖ്യമായ പങ്ക് വഹിച്ചത് CITU എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. CPM ആണ് കേരളം ഭരിക്കുന്നത്. ആ കേരള സർക്കാർ ശരി, CPM ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ഇന്ന് അത് ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇന്ന് രാവിലെ പറഞ്ഞൊരു ഉത്തരവ്, ഇന്ന് ഇറക്കിയ ഒരു ഉത്തരവുണ്ടല്ലോ, ഡയസ്പ്ലോൺ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഡയസ്പ്ലോൺ പ്രഖ്യാപിച്ച ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, സമരം ചെയ്യുന്നവർക്ക് ഒരു ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ സമരം ചെയ്യുന്നവർക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നതിൽ എന്താണ്? അത് അവർക്ക് പ്രശ്നമല്ലെന്നേ തൊഴിലാളികൾക്ക്. അവരുടെ വലിയൊരു ആവശ്യമാണ് മുന്നിൽ കാണേണ്ടത്. അതിനെ ഇതുമായി കൂട്ടിക്കെട്ടരുത്. പറഞ്ഞ പ്രസ്താവനയും അങ്ങ് ഒരുപാട് കാട് കയറിപ്പോയല്ലോ. പറവൂരിന്റെ കാര്യവും ആണ്. ആ താല്പര്യമാണ് കാണുന്നത്. അല്ലെങ്കിൽ നോക്കൂ ചോദിക്കട്ടെ, ശ്രീ റോണി കെ ബേബി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. താങ്കൾ പറയൂ, ഇത് ആരൊക്കെയാണ്? ആ ദൃശ്യം ഒന്ന് കാണിക്കൂ. കോൺഗ്രസിന്റെ സമരത്തിന്റെ ദൃശ്യം. ഇങ്ങനെ ഒരു ദൃശ്യം ഇന്നത്തെ പണിമുടക്കിൽ ഉണ്ടായോ? ഇല്ല. തൊഴിലാളികൾ പ്രതിഷേധിച്ചിരിക്കാം. പക്ഷേ ഇതാ ഇങ്ങനെ ഒരു സമരം കോൺഗ്രസിന്റെ കാലത്ത് ടോണി ചമ്മണി എന്ന നിങ്ങളുടെ മുൻ മേയർ, കൊച്ചി മേയർ അടക്കമുള്ളവർ, കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ വഴി തടഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് പോലും പോകാനാവാത്ത സാഹചര്യം അന്ന് സൃഷ്ടിച്ചു. അന്ന് ഒരു സിനിമാ സംവിധായകൻ അതിനെതിരെ പ്രതിഷേധിച്ചതിന് അയാളുടെ വാഹനം അടിച്ചു പൊളിച്ചു കോൺഗ്രസ്സുകാർ. അത് VD സതീശൻ്റെ ഉറ്റ അനുയായിയായ ഷിയാസ് അടക്കമുള്ളവർ ചെയ്ത അക്രമ സമരങ്ങളുടെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഇതൊക്കെ ഇരിക്കുകയാണോ നിങ്ങൾ ഇന്ന് ഇത്തരത്തിൽ ബുദ്ധനും ഗാന്ധിയും ഒക്കെ കളിക്കുന്നത്? ആണോ? അപ്പോൾ അതിന്റെ താല്പര്യം അതാണോ റോണി കെ ബേബി? തൊഴിലാളി സംഘടനകൾ ഇങ്ങനെയുള്ള പണിമുടക്കിന് ആഹ്വാനം ചെയ്യുമ്പോൾ അവര് അക്കൂടെ ഒരു അഭ്യർത്ഥന കൂടി വെക്കാറുണ്ട്. പൊതുജനങ്ങൾ ഇതിനോട് സഹകരിക്കണം. സ്വാഭാവികമായിട്ട് ഈ വിഷയത്തോട് താല്പര്യമുള്ളവർ, കാരണം ഞാൻ പറയുന്നത് കേരളത്തിലെ 90% ആളുകളും ഈ തൊഴിലാളി സംഘടനകൾ ഉയർത്തിയ വിഷയങ്ങൾ, CITUവും INTUCയും ഉയർത്തിയ മോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങളോട് യോജിക്കുന്നതാണ്. ഇവർ പൂർണ്ണമായിട്ട് ഇതിനോട് യോജിക്കും. പക്ഷെ കുറച്ച് ആളുകൾ അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് ഇറങ്ങുമ്പോൾ, അല്ല ചില ആളുകൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് കട തുറന്ന് നിൽക്കുമ്പോൾ അവര്, ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള സമര രീതികൾ ഞങ്ങൾ എതിരാണ്. അതാണ് കേരളത്തെ. ശ്രീ റോണി കെ ബേബി, അതാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ ലളിതമാണ്. അതായത് ഇത്തരത്തിൽ അക്രമം സമരം നടത്തുമ്പോൾ ഇതുപോലെ അത്യാവശ്യത്തിന് പോയവരില്ലേ? ക്യാൻസർ രോഗികളില്ലേ?
ആംബുലൻസിൽ പോയവരില്ലേ, അവരെയൊക്കെ കോൺഗ്രസ്സുകാർ തടഞ്ഞില്ലേ? ഇപ്പോഴാണോ എന്നിട്ട് ഈ വിശുദ്ധൻ്റെ വെള്ളവേഷം കിട്ടുന്നത് കോൺഗ്രസ്? ഞാൻ ചോദിക്കുന്നത് ഒറ്റക്കാര്യമാണ്. മോദി സർക്കാരിൻ്റെ ഈ ദ്രോഹം രാജ്യത്തൊന്നാകെ കെടുത്തിക്കളയുമ്പോൾ, തൊഴിലാളികളുടെയും കർഷകരുടെയും സാധാരണക്കാരൻ്റെയും ജീവിതത്തെ തന്നെ കെടുത്തിക്കളയുമ്പോൾ, ഇതാണോ കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തേണ്ട ചൂണ്ടുവിരൽ? ഈ വിഷയത്തിലേക്കാണോ ചൂണ്ടുവിരൽ ചൂണ്ടേണ്ടത്? തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കുന്നു, അവർക്കൊപ്പം നിൽക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ, ഖാർഗെ പറഞ്ഞതുപോലെ, CPIM നേതാക്കൾ പറഞ്ഞതുപോലെ ഈ തൊഴിലാളികളുടെ പ്രക്ഷോഭത്തോട് ഒന്നിച്ചു നിൽക്കണം, കൈകോർക്കണം എന്നല്ലേ VD സതീശനെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് പറയേണ്ടത്? കേരളത്തിലെ കോൺഗ്രസിന് എന്താണ് BJP എതിർക്കാൻ ഈ വിഷയത്തിൽ ഇത്രയേറെ മടി? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കേരളത്തിലെ CPM-ന് BJP എതിർക്കാൻ എന്താ ഇത്ര മടി? ഒരു മടിയുമില്ലല്ലോ. അവരതാ പ്രക്ഷോഭമല്ലേ, അവർ പ്രക്ഷോഭിച്ചില്ലേ? താങ്കൾ തന്നെ പറഞ്ഞില്ലേ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രക്ഷോഭം ഉണ്ടായത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഈ വിധത്തിൽ സമരം ഉണ്ടായില്ലെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അവിടെ തൊഴിലാളികളൊക്കെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ കാണിച്ച രീതിയിലുള്ള ഒരു സമര രീതി അല്ല കേരളത്തിൽ. അവരെല്ലാം ഈ മുഴുവൻ അതാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ റോണി കെ ബേബി, ഈ സമര രീതിയാണോ സമരത്തിന്റെ മാർഗമാണോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? ഈ ക്രൂഷ്യലായ സിറ്റുവേഷനിൽ സമരത്തിൻ്റെ മാർഗത്തെ സംബന്ധിച്ചാണോ ചർച്ച ചെയ്യേണ്ടത്, അതോ മോദി സർക്കാരിൻ്റെ ദ്രോഹങ്ങൾക്കെതിരായി തൊഴിലാളികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണോ? ഏതാണ് കേരളത്തിലെ കോൺഗ്രസിനും VD സതീശനും പ്രാമുഖ്യം? ഞാൻ സംസാരിച്ച് തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയട്ടെ, ഇന്ത്യ മഹാരാജ്യത്ത് 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു. ഉത്തരേന്ത്യയിൽ എത്രയോ ഉജ്ജ്വലമായിട്ടുള്ള കാർഷിക മുന്നേറ്റം ഉണ്ടായി, എത്രയോ ഉജ്ജ്വലമായ കർഷക സമരങ്ങൾ ഉണ്ടായി. അവര് ഹർത്താൽ നടത്തിയോ ബന്ദ് നടത്തിയോ സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയാണോ അവർ പ്രതിഷേധിച്ചത്? അവർ സമാധാനപരമായി ഗാന്ധി മാർഗത്തോട് പ്രതിഷേധിച്ചു. അപ്പോ മോദിക്ക് നോവാതെ തൊഴിലാളികൾ നൂഴ്ന്നിറങ്ങണം അല്ലേ? മോദിക്ക് നോവാതെ കർഷകർ നൂഴ്ന്നിറങ്ങണം അല്ലേ? അതാണോ സതീശന്റെയും കേരളത്തിലെ കോൺഗ്രസിന്റെയും താല്പര്യം? ഈ കേരളത്തെ നശിപ്പിച്ചത് CITUവിന്റെയും CPM-ന്റെയും ഇതുപോലെ സംഘടിതമായിട്ടുള്ള നിങ്ങൾ ജനങ്ങളെ വിലപേശിക്കൊണ്ട് ജനങ്ങളെ ബന്ധുക്കളാക്കിയിട്ടുണ്ട്. എന്നോട് പറയട്ടെ, ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനാദ്യമായി ചട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം പോലും നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വസ്തുതയിലേക്ക് തന്നെ പോകാം. റോണി കെ ബേബി, ദയവായി ശ്രീ KN ഗോപിനാഥ്, ഇത്തരത്തിൽ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്ക് ചൂട്ടുപിടിച്ചത് ഇടതുപക്ഷമാണ് എന്നാണ് റോണി കെ ബേബി ആക്ഷേപിക്കുന്നത്. അതിന് ചില ഉദാഹരണങ്ങളായി അദ്ദേഹത്തിൻ്റെതായ ചില ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്തു. അങ്ങനെയാണോ അതിൻ്റെ വസ്തുത? 1, 2, 3 കരാറടക്കം ഇന്ന് BJP നടത്തുന്ന തൊഴിലാളി വിരുദ്ധ സമരങ്ങളൊക്കെ തൊഴിലാളി വിരുദ്ധ നയങ്ങളൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ രൂപപ്പെട്ടതാണ്? ആരാണത് രൂപപ്പെടുത്തിയത്? അത് BJP തുടരുന്നു എന്നല്ലേ ഉള്ളൂ. ശ്രീ KN ഗോപിനാഥ് പറയൂ. ശ്രീ ഗോപിനാഥ് പറയട്ടെ. ശ്രീ KN പറയൂ. ശ്രീ റോണി കെ ബേബി അസഹിഷ്ണുത കൊണ്ടാണ് ഈ എന്തോ തെറ്റിദ്ധാരണയിൽ, ഈ മനോരമയൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഇഷ്ടം പോലെ ഉണ്ടാവാനാണ്. അദ്ദേഹം കറക്റ്റ് ചെയ്യണോ? അത് മനോരമ വായിച്ചാൽ പോലും അത് യഥാർത്ഥത്തിൽ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് 10 വട്ടം ആലോചിക്കേണ്ടി വരും. അത് ബോധപൂർവമായി എടുത്തിട്ടൊരു പ്രശ്നമാണ്. കേരള ഗവൺമെൻറ് ഇതേവരെ ചട്ടം പാസ്സാക്കിയിട്ടില്ല. INTUC ഉൾപ്പെടെ എല്ലാ ട്രേഡ് യൂണിയനുകളെയും കേരളത്തിലെ അന്ന് മിനി ആൻ്റണി ലേബർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലേബർ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു ലേബർ കോൺക്ലേവ് വിളിച്ചു. അത് ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടതാണ്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നീക്കം വരുന്നുണ്ട്, ആ നീക്കത്തിനെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം? അതിപ്പോഴും ആ പ്രക്രിയ തുടരുകയാണ്. ജസ്റ്റിസ് ഗോപാലഗൗഡയെ ഇതേ ഗവൺമെൻറ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഒരു അപേക്ഷ, ഒരു കത്ത് എല്ലാവർക്കും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതാണ് കേരള ഗവൺമെൻറ് ചട്ടം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടന്നത്. ചട്ടം ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. ജസ്റ്റിസ് ഗോപാലഗൗഡ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റിയുടെ പഠനം നടത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കിലയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ആ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അസംബന്ധം പറയരുത്. അദ്ദേഹം ഉത്തരം മുട്ടുമ്പോൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ. നമുക്കൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. കർണാടകയിലെ ഗവൺമെൻറ്, സിദ്ധാരാമയ്യ ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ? എന്തിനാണ് BJP ഗവൺമെൻറ് പോലും, പല ഗവൺമെൻറ്റുകളും BJPയുടെ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ പോലും ഫുള്ളായിട്ടുള്ള റൂൾസ് ഇറക്കുന്നത് പെൻഡിങ്ങിൽ വെച്ചു, സെൻട്രൽ റൂൾ വരാൻ വേണ്ടി. അപ്പോഴേക്കും ധൃതി പിടിച്ച് ആ കോഡ് അങ്ങനെ തന്നെ അതിൻ്റെ റൂളെല്ലാം നടപ്പാക്കിയതാണല്ലോ കോൺഗ്രസ് ഗവൺമെൻറ് കർണാടകത്തിലെ.
അതേപോലെ വേജ് കോഡ് BJP ഇപ്പോഴും നല്ല കോഡാണെന്നാണ് പറയുന്നത്. അവർ സോഷ്യൽ സെക്യൂരിറ്റി കോഡും വേജ് കോഡും നല്ലതാണെന്ന് BMS നേതാക്കന്മാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അന്ന് ആദ്യം വന്നത് 2019 വേജ് കോഡാണ്. അന്ന് കോൺഗ്രസ് പാർട്ടി അവരെ പിന്തുണച്ച് വോട്ട് ചെയ്തില്ലേ? കേരളത്തിലെ MP മാരടക്കം പിന്തുണച്ച് വോട്ട് ചെയ്തല്ലോ. അതിനുശേഷം INTUC നിലപാടെടുത്തപ്പോഴല്ലേ വന്നത്. ഏതായാലും ഒരു റിയലൈസേഷൻ വന്ന് ഇന്ന് രാഹുൽ ഗാന്ധി അടക്കം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പ്രതിപക്ഷിച്ച് പണിമുടക്കിലേക്ക് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ VD സതീശനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മരം കാരണം കാട് കാണാത്ത സ്ഥിതി ഉണ്ടാവേണ്ട കാര്യമില്ല. ചർച്ച മുഴുവനും അങ്ങനെ പോകണ്ട. VD സതീശൻ ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ ഈ പണിമുടക്ക് തന്നെ കാലഹരണപ്പെട്ടതാണെന്ന് കോൺഗ്രസിന് ഇല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത് കോൺഗ്രസ് പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത്. സതീശൻ്റെ അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണോ? ഉപ്പ് കുറുക്കിയ സത്യാഗ്രഹം ചെയ്ത് ഉപ്പ് കുറുക്കി സത്യാഗ്രഹം ചെയ്താൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ചോദിച്ച ആളുകളുണ്ട്. അതേപോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കരുത്. പണിമുടക്ക് ഒരിക്കലും കാലഹരണപ്പെടുന്നതല്ല. പണിമുടക്ക് തൊഴിലാളി പണിയെടുക്കാൻ അവന് ശേഷിയുള്ളിടത്തോളം അവന് പണി നിർത്തിവെക്കാനുള്ള അവകാശമുണ്ട്. ഏത് കോടതി പോയാലും അതിനുള്ള അവകാശം കിട്ടും. ഏത് ഭരണഘടനയിലും ഉണ്ടാവും. ലേബർ കോഡിനകത്ത് പോലും ഒരുപാട് ഉള്ളടക്കം ചോർത്തിക്കളഞ്ഞ് 29 നിയമങ്ങളെ മുതലാളിമാർക്ക് വേണ്ടി ഭേദഗതി ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ സാരാംശങ്ങളെല്ലാം പരിശോധിച്ചാൽ ആ പരിശോധനയിൽ ചില കാര്യങ്ങളെല്ലാം ആ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പരിധിയിൽ നിന്ന് പരമാവധി തൊഴിലാളികളെ അതിൻ്റെ കവറേജിൽ നിന്ന് കൊണ്ടുപോകാനും ഇന്ത്യയിൽ സംഘടിത തൊഴിലാളികൾ ഈ നിയമപരിരക്ഷ ഉള്ളവരുടെ എണ്ണം വളരെ പരിമിതമാണ്. അവിടെ ഒരു 4-5 കോടിയേ ഉള്ളൂ. കോവിഡ് വന്നപ്പോൾ കണക്കില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി കരണത്തടിച്ചപ്പോഴാണ് ഈശ്രം പോർട്ടൽ വെച്ച് കണക്കെടുത്തിട്ട് 58 കോടി തൊഴിലാളി ഉണ്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. BJP ഗവൺമെൻറ്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള തൊഴിലാളികൾ ഒരു 100 കോടി തൊഴിലാളികളുള്ളിടത്ത് 58 കോടി പ്രഖ്യാപിച്ച ബാക്കിയുള്ള തൊഴിലാളികളുടെ ഈ 58 കോടി തന്നെ 5 കോടി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 53 കോടി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അസംഘടിതരാ, അനൗപചാരിക മേഖലയിലുള്ളവരാ, സ്കീം വർക്കർമാരാ. അവരുടെ പേര് പോലും ബഡ്ജറ്റിനകത്തോ ലേബർ കോഡിലോ ഒന്നും പരാമർശിക്കപ്പെടുന്നില്ലല്ലോ. എന്ത് സോഷ്യൽ സെക്യൂരിറ്റിയാണ്? കേരളം മികച്ച കൂലി കൊടുക്കുന്ന സ്റ്റേറ്റാണ്. ആ മിനിമം വേജസ് കൊടുക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അപ്രോച്ച്. അതുകൊണ്ടാണ് വേജസ് കോഡ് മിനിമം വേജസ് ആക്റ്റും വേജസ് ആക്റ്റും ബോണസ് ആക്റ്റും ഈക്വൽ റെമ്യൂണറേഷൻ ആക്റ്റും പൊളിച്ചടക്കിക്കൊണ്ട് ഒറ്റ കോഡാക്കിയത്. എന്നിട്ട് ചരിത്ര നേട്ടമാണെന്ന് അറിയുക. ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ 45% തൊഴിലാളികൾക്കല്ലാതെ ഈ യൂണിഫോം വേജ് ആര് കൊടുക്കും? ഫ്ലോർ ലെവൽ വേജസ് എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് കേവലം 222 രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 300 പോലും ആക്കാൻ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. അതാണോ യൂണിഫോം സ്റ്റാൻഡേർഡ് ഫ്ലോർ ലെവൽ വേജസ് ആക്കി മാറ്റാൻ പോണത്? അതിനെയാണോ സതീശൻ പണിമുടക്കേണ്ട കാര്യമല്ല കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്തുണയ്ക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി, കൃഷിക്കാരും തൊഴിലാളികളും ഒറ്റക്കെട്ടായി വരണം. ഇന്നിപ്പോൾ ഈ പണിമുടക്കിൽ സന്തോഷകരമായൊരു കാര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വ്യാപാര മേഖലയിൽ, വാണിജ്യ മേഖലയിൽ US നമുക്ക് ഇമ്പോസ് ചെയ്തിട്ടുള്ള വ്യാപാര ചുങ്കത്തിൻ്റെ ഭാഗമായി കഷ്ടതയിലായിട്ടുള്ള നമ്മുടെ കയറ്റുമതി മേഖലയടക്കം ഇറക്കുമതി മേഖലയടക്കമുള്ള മേഖലയിലെ നല്ല സപ്പോർട്ട് ഈ പണിമുടക്കിന് കിട്ടിയിട്ടുണ്ട്. അത് അഡീഷണലായിട്ട് കിട്ടിയിട്ടുള്ളതാണ്, ഒരു ബോണസാണ്. കഴിഞ്ഞ പണിമുടക്ക് ജൂലൈ 9 നടന്നപ്പോൾ 25 കോടി തൊഴിലാളികളാണ്, കൃഷിക്കാരാണ് അണിനിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം 40 കോടിയിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് വരുമൊരു കാലം മിണ്ടാപ്രാണികൾ പോലും സംസാരിക്കും കാലം. മനസ്സിലായില്ലേ? പട്ടിണിയായ മനുഷ്യനോട് വയറു നിറച്ച് ബിരിയാണി കഴിച്ചോളാനല്ല പറയുന്നത്, പുസ്തകം കയ്യിലെടുത്തോളാനാണ് പറയുന്നത്. പറഞ്ഞാൽ നിങ്ങൾക്കെതിരായി വരുന്ന ഈ നീക്കത്തെ നിങ്ങൾ ശക്തമായി കാണാനും തിരിച്ചറിയണം. നേരത്തെ മോഹൻകുമാർ പറഞ്ഞ പോലെ മുതലാളിത്തം അതിന് ഇൻബിൽറ്റായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി എല്ലാ ഉൽപ്പാദന ഉപകരണങ്ങളെയും കൈയടക്കിക്കൊണ്ട് 48 മണിക്കൂർ എന്നുള്ളത് 60 മണിക്കൂറാക്കണം, 90 മണിക്കൂറാക്കണം. തൊഴിലാളി ഇങ്ങനെ ക്രമമില്ലാതെ പണിയെടുത്തോളണം, അവൻ്റെ പണി കൊടുക്കുക, അധ്വാനം വിനിയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ ധർമ്മമാണെന്ന് കണക്കാക്കുന്ന കാഴ്ചപ്പാടൊക്കെ മുതലാളിമാർക്ക് വേണ്ടി അല്ലാതെ ആർക്ക് വേണ്ടിയാ? അതിൻ്റെ ശബ്ദത്തിലൂടെ സതീശനല്ല ആര് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെയും പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യാതെ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇടതുപക്ഷ പാർട്ടികൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ആ റിയലൈസേഷനിലേക്ക് ഇന്നത്തെ പണിമുടക്കിൻ്റെ ഭാഗമായി കൃഷിക്കാരും തൊഴിലാളികളും അഭൂതപൂർവമായി അതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും MP-മാരും എല്ലാം ഇടതുപക്ഷ MP-മാരോടൊപ്പം നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ സന്നദ്ധമായത്. ആ റിയാലിറ്റിയെ ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. CITUവിന് വേണ്ടിയും സംയുക്ത ട്രേഡ് യൂണിയനുകൾക്ക് വേണ്ടിയും അതേ പോംവഴിയുള്ളൂ. അതിൽ മുതലാളിമാരുടെ ജ്വൽപ്പനം കണ്ടുകൊണ്ട് ഇന്ത്യക്കകത്ത് രക്ഷപ്പെട്ടു പോകുന്ന കണക്കാക്കേണ്ട കാര്യമില്ല. തൊഴിലാളിക്ക് ആ തൊഴിലാളിയുടെ ശക്തി മനസ്സിലായാൽ, ആനയ്ക്ക് ആനയുടെ ശക്തി മനസ്സിലായാൽ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ എപ്പോൾ തെറിച്ചു പോകും. ഈ പണിമുടക്ക് കൊണ്ട് എന്താ ഗുണം എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഈ പണിമുടക്ക് കൊണ്ടുള്ള ഗുണം അടുത്ത സന്ദർഭത്തിൽ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള മനോഭാവത്തിലേക്ക് ജനങ്ങളാകെ മാറും, അതിലേക്ക് മാറും. ഈ പണിമുടക്ക് അടക്കമുള്ള വർഗ സമരങ്ങൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും. ഞാൻ അതിനു മുമ്പ് ഈ പാർലമെൻറ്റിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ്
രാജ്യസഭയിലെ CPIM നേതാവ് കൂടിയായ ശ്രീ ജോൺ ബ്രിട്ടാസ് MP ഈ വിഷയത്തിൽ പറഞ്ഞ പ്രതികരണം കൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് കേൾക്കാം. കാലഹരണപ്പെട്ട പണിമുടക്കാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ യഥാർത്ഥത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം, ഇന്ന് ഞങ്ങളോടൊപ്പം ഉശിരോടെ മുദ്രാവാക്യം വിളിച്ചൊരാൾ മല്ലികാർജുൻ ഖാർഗെയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമായി ബന്ധപ്പെട്ട അവശതയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഈ ദേശീയ പണിമുടക്കിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു. ഈ വിഷയം ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ എന്നോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് എൻ്റെ ശൂന്യവേളയിലെ പരാമർശങ്ങളോട് യോജിച്ചുകൊണ്ട് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് അതിനെ പിന്തുണച്ചു. മാത്രമല്ല ഔദ്യോഗികമായി സ്ലിപ്പിൽ തന്നെ ഞാൻ പറഞ്ഞതിനോടുള്ള യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ അപമാനിച്ചിരിക്കുന്നത് ഈ പണിമുടക്കുന്ന തൊഴിലാളികളെയും കർഷകരെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും മാത്രമല്ല, സ്വന്തം പാർട്ടിയുടെ എൻ്റെ ശൂന്യവേളയിലെ പരാമർശങ്ങളെ പൂർണ്ണമായും പിന്തുണച്ച സോണിയാഗാന്ധിയെയും അതുപോലെ മുദ്രാവാക്യം വിളിച്ച മല്ലികാർജുൻ ഖാർഗെയുമാണെന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും റോണി കെ ബേബി, സോണിയാഗാന്ധിയുടെയും മല്ലികാർജുന ഖാർഗെയുടെയും ഈവൻ രാഹുൽ ഗാന്ധിയുടെയും പോലും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി BJP അനുകൂലിക്കുന്ന താല്പര്യം സതീശന് കേരളത്തിൽ എങ്ങനെ വന്നു? അതൊരു ചോദ്യമാണ്. അത് കേരളത്തിൽ ഇന്ന് പണിയെടുത്ത വേദന കൊണ്ട് പണിമുടക്ക് നടത്തേണ്ടി വന്ന തൊഴിലാളികളുടെ കൂടി ചോദ്യമാണ്. അതാണ് ശ്രീ KN ഗോപിനാഥിൻ്റെ വാക്കുകളെ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ട് നടത്തിയ പത്രസമ്മേളനം ഞാൻ ലൈവായിട്ട് കണ്ട ആളാണ്. കൈരളി TV-യുടെ അതിൻ്റെ മീഡിയ പേഴ്സൺസും പിന്നെ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ കൈരളി TV-യോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ അതിന്റെ ബൈറ്റ് ഒന്ന് ഇവിടെ പ്രദർശിപ്പിക്കാൻ തയ്യാറാണോ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സൂക്ഷ്മത ഉണ്ടാണോ? പണിമുടക്ക് കാലഹരണപ്പെട്ടതാണ് എന്നല്ല സതീശ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവാണ്. സതീശന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കാണിക്കാം. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ സതീശന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇതാണ് VD സതീശൻ പറഞ്ഞത്. ശ്രീ റോണി കെ ബേബി. രണ്ട്, ഈ സമയത്ത് തൊഴിലാളികൾ അവരുടെ രക്തമുറ്റ് വീഴുന്ന സാഹചര്യത്തിൽ മോദി സർക്കാരിന്റെ ഭീകരസ്വത്വ ഭരണകൂടത്തോട് എതിരെ പ്രവർത്തിക്കുമ്പോൾ ഇതാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാവിനും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതാവിനും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും തോന്നേണ്ട ആശങ്ക? ഇതാണ് എൻ്റെ ചോദ്യം റോണി കെ ബേബി. അത് നിസ്സാരമല്ല. ഇവിടെ തീർന്നില്ല റോണി. ഇവിടെ തീർന്നില്ല ഈ സഹകരണം. അതെ, മനസ്സിലായി. ഇവിടെ തീർന്നില്ല. ഞാൻ MV ഗോവിന്ദ മാസ്റ്റർ വാക്കുകൾ കൂടി താങ്കളെ ഒന്ന് കേൾപ്പിക്കാം. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രതിരോധമാണ് ഇന്ന് അഖിലേന്ത്യാ പണിമുടക്ക് എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഈ പണിമുടക്കിനെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാരണം കൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെയും സമരങ്ങളെയും ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. INTC-കാർ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നാണ്. അതാണ്, അതായത് ശ്രീ റോണി കെ ബേബി, ഈ യാത്ര ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികൾ കോൺഗ്രസിൻ്റെ അടക്കം പിന്തുണയോടുകൂടി, രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ അടക്കം പിന്തുണയോടുകൂടി നടത്തുന്ന ഒരു സമരം. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 3 മേഖലാ ജാഥകൾ നിർത്തിവെച്ചു.
LDF ഇടതുമുന്നണി. പക്ഷേ VD സതീശൻ്റെ യാത്ര നിർത്തിവെച്ചിട്ടില്ല, അത് തുടരുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും മോദിയെ എതിർക്കുന്ന ഒന്നും ഞങ്ങൾ ഇവിടെ ചെയ്യില്ല എന്ന രാഷ്ട്രീയ സന്ദേശം ആർക്കാണ് നൽകുന്നത് ശ്രീ റോണി കെ ബേബി? അതാണ് ആ ചോദ്യം. ബഹുമാനപ്പെട്ട ശ്രീ MV ഗോവിന്ദനൊക്കെ ഇങ്ങനെ ഒരു പച്ച നുണ പറയാവോ? പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ ഞങ്ങളുടെ പാർട്ടി സർക്കുലർ, KPCCയുടെ സർക്കുലർ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സർക്കുലർ ഉണ്ട്. ഈ സമരത്തെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലർ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. പിന്നെ പാർട്ടി നേതൃത്വം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട ഗോപിനാഥ് അദ്ദേഹം പറഞ്ഞു കേരളത്തിന് പുറത്ത് ആദ്യമായി വലിയ രീതിയിൽ കയറ്റുമതി ഇറക്കുമതി മേഖലയൊക്കെ ഈ സമരത്തിന് അനുകൂലമായി ഇന്ന് നടന്ന ഈ പണിമുടക്കിന് അനുകൂലമായി പ്രതികരിച്ചു, വലിയ പിന്തുണ കിട്ടി. എനിക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യമുള്ളൂ. കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ജനജീവിതം ഇതുപോലെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ഹർത്താൽ രീതിയിൽ ബന്ധു രീതിയിൽ പണിമുടക്ക് നടന്നിട്ടുണ്ടോ? CITയുടെ ശക്തമായ സ്വാധീനമുള്ള CPM-ന് ഒരുപക്ഷെ സ്വാധീനം കുറഞ്ഞിട്ടുണ്ടാവോ? ബംഗാൾ, ത്രിപുര പോലെ പ്രദേശങ്ങൾ താങ്കളുടെ ആ ചോദ്യത്തിന് KN ഗോപിനാഥ് പറയുന്നു മറുപടി. പറയൂ പെട്ടെന്ന് പറയൂ. ഞാൻ പറയാം. ഇന്ന് റോണി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിക്കൽ അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും, അതിൽ ഇടത്തരക്കാരും മധ്യവർഗികൾ അടക്കമുള്ള എല്ലാവരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കേന്ദ്ര ബഡ്ജറ്റ് 41% എന്നുള്ള നിലയിലല്ലാതെ 42% വർദ്ധിപ്പിക്കാൻ പോലും കേന്ദ്ര വിഹിതത്തിൽ നമ്മൾ 50% ആക്കണമെന്ന് വെച്ചിട്ട് 1% പോലും വർദ്ധിപ്പിച്ചില്ല. കേരളത്തിൻ്റെ ചരക്ക് സേവന നികുതിയിൽ സെൻട്രൽ GST മുകളിലേക്ക് കൊണ്ടുപോയി നമുക്ക് 4% വരെ തിരിച്ചു തന്നിരുന്നത് 1.9 കുറയ്ക്കുന്നു. കിബി വഴി നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കേരളത്തിൻ്റെ കടമായി 157 ലക്ഷം കോടി രൂപ കടമുള്ള കേന്ദ്ര ഗവൺമെൻറ് നടന്നു കാണിച്ചിട്ട് കേരളം എന്നുള്ള ഈ ബദലിനെ, ഈ രാഷ്ട്രീയ പ്രതിരോധത്തെ, ഇന്ത്യയിലെ ആഗോള ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ് കേരളത്തിലെ ഇടതുപക്ഷം. ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ BJPയും RSSും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒരേ വണ്ടിയിൽ ഒരേ നുഖത്തിൽ കെട്ടിയിട്ടുള്ള കാളകളെ പോലെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ ഒറ്റ അജണ്ട ഇത് മാത്രമേ ഉള്ളൂ. അതിലെല്ലാം എതിരായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതേപോലൊരു സമരരൂപം അവരുടെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അത് ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടത് കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളല്ലേ 57-ലെ EMS ഗവൺമെൻറ്റിനെ മനോരമ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിന്തുണച്ച് സീക്രട്ട് ബാലറ്റിലൂടെ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ, ഇടതുപക്ഷമല്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അന്നത്തെ യാഥാസ്ഥിക കേരളം ഏറ്റെടുത്തതല്ലേ. അതുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിൻ്റെ പ്രബുദ്ധതയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ശ്രീ മോഹനകുമാർ, നമ്മൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ആഗോള തലത്തിൽ തന്നെ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താൻ, നശിപ്പിച്ചു കളയാനുള്ള വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. അത് സാമ്രാജ്യത്വത്തിൻ്റെ പേരിലുള്ള മുതലാളിത്ത സമൂഹത്തിൻ്റെ പുതിയ വേർഷനുകൾ ഒക്കെ നിയോ കൊളോണിയൽ കാലഘട്ടത്തിലൊക്കെയുള്ള ഈ പ്രവൃത്തികൾ തുടരുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഏറ്റവും വലിയ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ആചാര്യൻ അല്ലെങ്കിൽ ശാസ്ത്രീയ സോഷ്യലിസം മുമ്പോട്ട് വെച്ച ആൾ, അദ്ദേഹം എഴുതിയ ദാസ് ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ എന്ന, അതായത് മൂലധനം എന്ന വാക്കിന് മുമ്പ് ജർമ്മൻ ഭാഷയിൽ ദാസ് എന്നാണ് ഉപയോഗിച്ചത്. അതായത് വെറും ചണ്ടി, ഒരു പ്രത്യുൽപാദന ശേഷിയുമില്ലാത്ത വെറും ചണ്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രയോഗമാണ് ദാസ് എന്നത്. അതാണ് ദാസ് ക്യാപിറ്റൽ എന്ന് ജർമ്മൻ ഭാഷയിൽ കൊടുത്തത്. കാരണം ഈ ക്യാപിറ്റൽ, മൂലധനം എന്നത് വെറും ചണ്ടിയാണ്, അധ്വാനമാണ് മികച്ചു നിൽക്കുന്നത്. ഇവിടെ KN ഗോപിനാഥ് സൂചിപ്പിച്ചു. അങ്ങനെ അധ്വാനം മികച്ചു നിൽക്കുന്നു. അങ്ങനെ മാത്രമേ ഈ വ്യവസായവൽകൃതമോ കാർഷിക സംബന്ധിയായോ ലോകത്തെ ചലിപ്പിക്കുന്ന തൊഴിലാളിയുടെ അധ്വാനമാണ് ഏറ്റവും പ്രീഷ്യസ്, വിലപിടിപ്പുള്ളത്, അല്ലാതെ നിൻ്റെ മൂലധനമല്ല എന്ന് പറഞ്ഞ അർത്ഥത്തിലേക്ക് ലോക തൊഴിലാളി വർഗം ഉയരുകയും അങ്ങനെ പോരാടി നേടിയെടുക്കുകയും ചെയ്ത സ്വാതന്ത്ര്യത്തെയാണ് ഒരു നിമിഷം കൊണ്ട് മോദി ഇല്ലാതാക്കുന്നത്. അത്രയേറെ വലിയ ഗൗരവമാണ് ഈ വിഷയത്തിനുള്ളത്, അല്ലേ? ഈ നയങ്ങൾ, ഇന്ന് BJP തുടരുന്ന നയങ്ങൾ ആര് കൊളുത്തി വെച്ചതാണ്? ആരുടെ തുടർച്ചയാണത്? അതുകൂടി ഒന്ന് വിശദീകരിക്കൂ ശ്രീ മോഹനകുമാർ. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്ന നമ്മുടെ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് കേരളത്തിൽ ഇത് വളരെ ശക്തമായി, ഈ സമരം ശക്തമായി മാറിയിരിക്കുന്നു, മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയും ശക്തമാകുന്നില്ല എന്നുള്ളതാണ് ഒരു സംശയമായി ബഹുമാനപ്പെട്ട നമ്മുടെ പാനലിസ്റ്റിൽ ഒരാൾ ചോദിക്കുന്നത്.
ഇന്ത്യയിലെ തൊഴിലാളികളിൽ അധ്വാനിച്ച് ഉപജീവനം കഴിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള തൊഴിലാളി എന്നുള്ള നിലയിൽ നേരത്തെ ഗോപിനാഥ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള സാമൂഹ്യ സുരക്ഷ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലുള്ള 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ 2000 രൂപ 1-ാം തീയതി പെൻഷൻ വാങ്ങുമ്പോൾ അത് രാജസ്ഥാനിൽ ഇപ്പോൾ BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ കിട്ടുന്നത് 1000 രൂപയാണ്. അത് തന്നെ കുറെ മാസങ്ങളായി കിട്ടുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ 500 രൂപയായിരുന്നു. ഇത് ഇന്നത്തെ സമരത്തിൽ എല്ലാ ആളുകളും എല്ലാ വിഭാഗം ജനങ്ങളും സ്വമേധയാ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കിന്ന് മനസ്സിലായിട്ടുള്ളത്. അത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ എന്തുകൊണ്ട് ഇത് സ്വമേധയാ ഉള്ളൊരു സമരമായി ആളുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇൻഷുറൻസ് മേഖലയിൽ വന്ന നയമാറ്റത്തിനെതിരെയുള്ള സമരം കൂടെയാണത്. അതും സമരത്തിന്റെ ചാർട്ടർ ഡിമാൻഡിലുണ്ട്. എന്താണ് ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ കമ്പനികളെ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് മേഖല തുറന്നു കൊടുക്കുകയാണ്. അതിൽ വിള ഇൻഷുറൻസ് ഉൾപ്പെടെ ഉണ്ടാവും. അതിന് വെക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ എന്താണ്? വിദേശ കമ്പനികളോട് പറയുന്നു, നിങ്ങൾ ഇവിടുന്ന് ശേഖരിക്കുന്ന വാങ്ങുന്ന പ്രീമിയം കർഷകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വാങ്ങുന്ന പ്രീമിയം ഇവിടെ നിക്ഷേപിക്കണമെന്നുള്ള അതിന്റെ ഒരു ഭാഗം ഇവിടെ നിക്ഷേപിക്കണം, മറ്റു ഭാഗം നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. അത് ഇവിടുത്തെ ഇന്ത്യയിലെ കമ്പനികൾ തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അവര് പണം ഇൻഷുറൻസ് പ്രീമിയം വാങ്ങി പെട്ടിക്കകത്ത് അടച്ചു അങ്ങനെ. അത് മാത്രമല്ല, ആണവോർജ മേഖലയിലെ സ്വകാര്യവൽക്കരണം ഇങ്ങനെ വിവിധ തലങ്ങളിലേക്ക് പടർന്നു നിൽക്കുകയാണ്. കാരണം ഇതിന്റെയൊക്കെ ദുരിതം വരുമ്പോൾ അത് അനുഭവിക്കുന്നത് തൊഴിലാളികളാണ്. ഇതിന്റെയൊക്കെ പൂർണ്ണമായും കോർപ്പറേറ്റുകളെ, ക്രോണി ക്യാപിറ്റലിസത്തെ, ചങ്ങാത്ത മുതലാളിത്തത്തെ ഒക്കെ മോദി തൃപ്തിപ്പെടുത്തുമ്പോൾ ഇതിന്റെ ദുര്യോഗം മുഴുവൻ വരുന്നത് തൊഴിലാളികളുടെ തലയിലേക്കാണ്. അതിനാണ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നത് മോദി. അപ്പോൾ ഇതല്ലേ റോണി കെ ബേബി കാണേണ്ടത്? ശ്രീ റോണി കെ ബേബി ഇതല്ലേ കാണേണ്ടത്? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഇവിടെയുണ്ട്. ശ്രീ മോഹനകുമാർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യൂ. അത് നോക്കൂ, എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന, ദേശീയ തലത്തിൽ കൊടുക്കുന്ന, ബാങ്കുകൾ കൊടുക്കുന്ന ലോണുകളുടെ അളവ് എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവുന്നു. അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കുറവ് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ വിസമ്മതിക്കുന്നത്. ഇപ്പൊ അതാണ് അത് സമഗ്രമാണ്, ആശയം വ്യക്തമാണ്, അത് വളരെ ഷാർപ്പാണ്. ശ്രീ റോണി കെ ബേബി, അപ്പോൾ ഇത്തരം താല്പര്യങ്ങൾക്കെതിരെ ആണ് സമരം. അപ്പോൾ സ്വാഭാവികമായി സമരമാർഗമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് അടിയന്തരമായി ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാളെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ആ ആക്സിഡന്റ് സംഭവിച്ച രീതി അത് ശരിയാണോ എന്ന് ചോദ്യം ചെയ്ത ഒരാൾ നിൽക്കുന്നത് പോലെ അപഹാസ്യമാണ് വി ഡി സതീശന്റെ ഈ വാദം. ഇവിടെ മോദി സർക്കാർ നടപ്പാക്കുന്ന നയങ്ങളെക്കുറിച്ച് ഇവിടെ ഉയർന്ന എല്ലാ ആരോപണങ്ങളെയും ശക്തമായി തന്നെ ഞാൻ പിന്തുണയ്ക്കുന്നതാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് റോണിയെ പോലെയുള്ള നല്ല കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിയും ഖാർഗെയും പിന്തുണയ്ക്കുന്നുണ്ട്, CPIM നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ട് ഈ തൊഴിലാളി വർഗ മുന്നേറ്റത്തെ. പക്ഷെ വി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസിനും അത് പിന്തുണയ്ക്കാനാകുന്നില്ല. അതെന്താണ്? ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ. ഇവിടെ CITUവിന്റെ ഒക്കെ കൊടി പിടിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി ഇതുപോലെ സമരങ്ങളിൽ പങ്കെടുത്ത എത്രയോ തൊഴിലാളികൾ, അവര് ഇപ്പോൾ ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ 18 മാസം കുടിശ്ശിക, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് CIT നേതൃത്വം കൊള്ളാം. എന്നാലും മോദിക്കെതിരെ ഒരു വാക്ക് മിണ്ടരുത് റോണി കെ ബേബി, എന്നാലും മോദിക്കെതിരെ ഒരു വാക്ക് മിണ്ടരുത്. ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. അതിൽ നിന്നും വിരമിച്ച പാവപ്പെട്ട തൊഴിലാളികളുടെ ആശങ്ക ഞാൻ പറഞ്ഞത്. എന്റെ കീഴിൽ 4 യൂണിയനുകളുണ്ട് INUC. അവർ പറഞ്ഞു ഞങ്ങൾക്ക് 18 മാസമായി പെൻഷൻ കിട്ടിയിട്ട് കേരളത്തിലെ അവസ്ഥയാണ് ഇതുള്ളത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ താങ്കളോട് പറഞ്ഞത്. ഞാൻ അതിലേക്ക് എത്താം. ശ്രീ റോണി കെ ബേബി, ഞാൻ അതിലേക്ക് എത്താം. തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ളത് കുടിശ്ശികയാണെന്നത് വാസ്തവവിരുദ്ധമാണോ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു. അതാണ് മോദി സർക്കാരിന്റെ ഈ ദ്രോഹത്തെ സംബന്ധിച്ച് തൊഴിലാളികൾ മുഴുവൻ മെയ്യും കയ്യും മറന്ന് പോരാടുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി സമരമാർഗത്തിലേക്ക് എത്തുന്നു. റോണി കെ ബേബിയും അതേ മാർഗത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നോക്കൂ, മോദിക്കെതിരെ ഒരു വാക്ക് ഈ 1 മണിക്കൂറിൽ താങ്കൾ മിണ്ടിയിട്ടില്ല. മോദിക്കെതിരെ കേവലം സൂപ്പർഫിഷ്യലായി ഉപരിപ്ലവമായി പറഞ്ഞു പോയതല്ലാതെ. ശ്രീ കെ എൻ ഗോപിനാഥ്, ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി കംപ്ലീറ്റ് ചെയ്യൂ. ചർച്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അല്ല അത് റോണിക്ക് രസമുണ്ട്. കാരണം ഈ ക്ഷീരമുള്ള അകിടിലാണ് പതുക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവുക. ഒരു കൊത്തുക ഒരു ചൊറിഞ്ഞ ഒരു കൊതുകിൻ്റെ സ്വഭാവത്തോടു കൂടി ഇങ്ങനെ ഇടയ്ക്ക് BJP പറയുന്നതിൻ്റെ ഇടയിൽ കേരളത്തെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ബദൽ എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു ബദലാണ്. അതില്ലാതാക്കാൻ വേണ്ടി ഇവരെല്ലാവരും മത്സരിച്ച് ഒരുമിച്ച് നിൽക്കുകയാണെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളം എന്ന് പറഞ്ഞ് പറയാമെന്ന്. കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് പ്രത്യേകം എടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ പകുതിയെങ്കിലും ആശ്വാസ നടപടിയിലേക്ക് കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയും മാറിയിട്ടുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിശ്ചിതകാല തൊഴിൽ നമ്മൾ ഈ പണിമുടക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലുള്ള തൊഴിലാളികളെ മാത്രമല്ല, തൊഴിലില്ലാത്ത സമൂഹത്തെയാണ് ബാധിക്കുന്നത്. ELI എന്ന് പറഞ്ഞൊരു കേന്ദ്ര സ്കീം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത ആളുകൾ മുഴുവനും ഈ പണിമുടക്കിൽ പ്രതിഷേധത്തിലാണ്, വളരെ വ്യാപകമായി. അതല്ലേ യുവാക്കൾ തൊഴിലില്ലാത്തവർ ഭയങ്കര പ്രശ്നമാണ്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ 56 വയസ്സോ 60 വയസ്സോ 58 വയസ്സോ വരെ ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഉള്ള തൊഴിലുകൾ വീതം വയ്ക്കുകയാണ്. പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുകയല്ല കേന്ദ്രത്തിൻ്റെ പ്ലാൻ. അത് നിയമമാക്കി മാറ്റി ലേബർ കോഡിനകത്ത് സ്റ്റാൻഡിംഗ്. അത് തൊഴിലാളികളെ മാത്രമല്ല, അത് യുവാക്കളടക്കമുള്ള പുതിയ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഏറ്റെടുക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ എന്തുകൊണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയിൽ മറ്റ് പല സ്റ്റേറ്റുകളെയും ദുർബലമായിട്ടുള്ള സംഘടനാ ശേഷിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കേരളം പോലെ മിലിറ്റൻ്റായിട്ട് ഇത്തരം തോന്നിവാസങ്ങളെ പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് മറ്റ് സ്റ്റേറ്റുകളെ മാറ്റണമെന്ന് പറയേണ്ടവരല്ലേ നിങ്ങൾ? കോൺഗ്രസ് ദുർബലമായി പോകേണ്ടടുത്ത് BJP വരുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം കേരളത്തിനകത്ത് അതിനെല്ലാം ഒരു മാറ്റമുണ്ട്, ഒരു ബദലുണ്ട്, ഒരു രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടി തല്ലിക്കെടുത്തിയാൽ കോൺഗ്രസിന് എല്ലാ പരിപാടിയും ശരിയാണ്. അതാണ് കാതലായ രാഷ്ട്രീയ ചോദ്യം. കേരളത്തിൽ ഉത്തർപ്രദേശിലെ പോലെ ഇങ്ങനെ ആയാൽ മതി, അങ്ങനെയാണോ? അതാണ് മോദിയെ വാഴ്ത്താനായി, മോദിക്ക് സഹായകരമാകാനായി തൊഴിലാളികളെയും സ്വന്തം പാർട്ടിയുടെ ദേശീയ നിലപാടിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അരാഷ്ട്രീയവാദത്തിൻ്റെ പേരിൽ അരാഷ്ട്രീയവാദ നിലപാടുകളും അരാഷ്ട്രീയവാദ തത്വങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് VD സതീശൻ വരുന്നത് ശരിയായ ഉദ്ദേശത്തിലല്ല. അത് രാജ്യത്തെ മതേതര താല്പര്യങ്ങൾക്ക് എതിരാണ്. എന്തുകൊണ്ട് BJP എതിർക്കാൻ, BJP സർക്കാരിനെയും മോദി സർക്കാരിൻ്റെയും തൊഴിലാളി വിരുദ്ധതയെ എതിർക്കാൻ സതീശന് മടി, സതീശൻ്റെ കോൺഗ്രസ്സിന് മടി? ഇതാണ് ചോദ്യം ബാക്കിയാക്കുന്നത്. ഈ തൊഴിലാളി വർഗ സമരത്തോടൊപ്പം തന്നെ ചോദ്യം ബാക്കിയാക്കുന്നതാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിനോടൊപ്പം.